എടാ ഇനിയാണ് നമുക്ക് ബോർഡ് എക്സാം വരുന്നു. ബോർഡ് എക്സാം ആകെ ഉണ്ടാക്കിയോന്തോ. സത്യമല്ലേ? എടാ സത്യോടെ ആരാന്തോ ഇത് കണ്ടുപിടിച്ചെങ്കിൽ നമ്മൾ അവന് നമ്മുടെ കൈ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നീ പറ, നമ്മൾ എന്ത് ചെയ്യും? നമ്മളല്ലായിരുന്നെങ്കിൽ ബോർഡ് എക്സാമിന് ബാൻഡ് ചെയ്തിട്ട് ഈസി എക്സാം എഴുതിയത്. സത്യമായിട്ട് ഇപ്പൊ ബോർഡ് എക്സാം ആയതുകൊണ്ടില്ലേ ഒന്നും ചെയ്യാനില്ല. എടാ സത്യോടെ ഈ പഠിപ്പൊക്കെ എന്തോ നല്ല ഇത്. ബുക്കിന്റെ പേജ് എടാ നിന്റെ പൈസ എവിടെ? അമ്മയാണെങ്കിൽ ₹1 പൈസ. എടാ അതല്ലടാ, നിനക്കൊരു കഷ്ടിച്ചൊരു 700 രൂപയാണെങ്കിൽ നമുക്ക് പാമ്പും കട്ടയും വാങ്ങിച്ച് കളിക്കായിരുന്നു. പാമ്പങ്കട്ടെ. ഓ നമുക്ക് അതിന്റെ പ്രായം. ഒരു മിനിറ്റ് നമുക്ക് അങ്കിതയുടെ അടുത്ത് ചോദിച്ചോ. അങ്കിതേ, എന്റെ വീട്ടിൽ പോണ, ഇവിടെ ബോറടിക്കണേ. അങ്കിത ഒരു മിനിറ്റ്. എടാ ആയുഷ് എന്താടാ അത്? വേണ്ട അത് കണ്ടിട്ട് എന്തോ ഒരു വിഷ പോലെ. നീ വേണ്ട, ഒന്നും ചെയ്യണ്ട, ബാ നമുക്ക് തിരിച്ചു പോവാം. ഒരു മിനിറ്റ് തുറക്കാൻ വരട്ടെ, വെയിറ്റ്. അങ്കിത നമ്മളത് എടുക്കണോ? അത് ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ഒരു കാർഡ്സ് ആണ്. കാടോ? അതെന്തോന്ന് കാട്? എടറാ നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളു പാമ്പും കട്ടയും വല്ല മാറ്റല്ലേ. വല്ല കാട് കളിക്കാം. വാ 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 അങ്കിത, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്റെ വീട്ടിൽ പോയാലോ? നമുക്ക് അങ്ങ് യൂണോ കളിക്കാം. യൂണോ ആണാന്തോ? ആ വാ, എന്റെ വീട്ടിൽ വാ, നമുക്ക് അവിടെ നിന്ന് കളിക്കാം. ഇവിടെ ഏവനടാ ഈ കാട് കൊണ്ടിടാൻ പോണത്? അല്ലെങ്കിലും ഞാൻ എടുക്കാം. എന്റെ പൊന്നോ, ഇത് എന്തോ ഇത് ആക്ച്വലി. എന്താ നമുക്ക് യൂണോ കിട്ടി. വാ കളിക്കാം. നമുക്ക് കളിച്ചാൽ നോക്കിയതാ കളിയാം. ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പൊളിക്കാം, വീട്ടിൽ നിന്ന് പൊളിക്കാം. അങ്കിത ഇവിടെ ഒന്ന് തുറന്നു നോക്കാം അല്ലേ? അല്ലേടാ നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ലേ? അനേ നിന്റെ ഇരിക്കു നീ. ശരി, പേപ്പർ വായിച്ചു നോക്കും. അല്ല മാനുവൽ കാർഡ് ആയിരിക്കടാ, അതങ്ങ് എടുത്ത് കളാ. വല്ല മാനുവൽ കാർഡ് ആയിരിക്കും. എല്ലാരും വാ, നമുക്ക് എന്റെ വീട്ടിൽ പോയി കളിക്കാം. ഇതാണ് എന്റെ വീട്. വാ. പിന്നെ അല്ല അച്ഛൻ്റെ അട, എന്റെ അല്ല. വാ എടേ വാ കളിക്കാം. വാ എടാ കളിക്കാൻ കൊതിയായിട്ട് വാ എട് കളി വാ. എടേ ആ കാർഡ് തുറയടേ. നീ ആ മാനുവൽ എടുത്ത് കളയണ്ടായിരുന്നു, മര്യാദയ്ക്ക് നമുക്കൊന്ന് വായിക്കായിരുന്നത്. കളിക്കാൻ നിനക്കറിയാമോ? ഇനി എനിക്കൊക്കെ അറിയാടാ. ആ നീ ഇനി തുറന്നിയപ്പോഴത്തേക്കും ഈ പാക്കറ്റ് ദൂരെ എടുത്ത്. എടാ എന്തോ ഒരു ശബ്ദം കേട്ടില്ലേടാ നമ്മള്? വല്ല ഇത് പൂച്ച വല്ല വിളിച്ച. നീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യ കാർഡ്. എന്താ അത്? ഇതെന്തോടെ മെറ്റൽ കാർഡാടേ ഇത്? അപ്പൊ അതായിരിക്കും ആ ശബ്ദം. നമുക്ക് ഇനി ചില്ലടിക്കാം. കമോൺ ചില്ലടിക്കാം. വീണ്ടും കേട്ടോ ശബ്ദം? അത് എവിടെ നിന്നാണ് ഇത്? പേടിക്കുന്ന വേണ്ട, ഈ കാറിന്റെ വല്ലായിരിക്കും. ബാ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ബാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ. എന്തു പറ്റി? ഓ അപ്പൊ പോട്ടല്ലേ? ഓ താറ്റാ. ബാ നമുക്ക് കളിക്കാം. ബാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ. എടാ കറണ്ട് പോയടാ. നീ ഇനി നിന്റെ കാർഡും കൂടെ ഇട്. കറണ്ട് വന്നാ നീ ഇനി എനിക്കും കൂടെ കാർഡ് ഇടുവോ? നീ ഒന്നും കൂടി. അതെങ്ങനെ? ഇപ്പൊ വീണ്ടും കാർഡ് വന്നു. ഇതെന്തുവാണ് ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടാ. അളിയാ കറണ്ട് പോയടേ. കുഴപ്പമൊന്നുമില്ല. ബാ എന്താടാ?
ഞാനൊരു കാർഡ് ഇട്ടപ്പം ഞാൻ നിനക്കൊരു കാർഡ് ഇട്ടപ്പം ലൈറ്റ് ഓഫ് ആയി. പിന്നെ ഞാൻ എനിക്കൊരു കാർഡ് ഇട്ടപ്പം ലൈറ്റ് ഓൺ ആയി. പിന്നെ നിനക്കൊരു കാർഡ് ഇട്ടപ്പം ലൈറ്റ് ഓഫ് ആയി. അത് തന്നെടാ. ഞാൻ വീണ്ടും പറഞ്ഞു അമ്മ പറഞ്ഞു കുറച്ചും കൂടെ ദിവസം അപ്പൊ ശരി വാ ചില്ല്. എടാ അക്ഷതയ്ക്കും കൂടെ ഒരു കാർഡ് ഇടാ. ശരി. ആ വെയിറ്റ് ഇവിടെ നിന്ന് ഇരിക്കട്ടെന്ന്. ഈ കാർഡ് കൊടുത്തേ. എടാ അത് തന്നെ. എടാ പക്ഷെ ഇത് ഓജോ ബോർഡൊന്നും അല്ലല്ലോ തന്നെ. ഇതിന്റെ അകത്തുള്ള പ്രേതമൊന്നും അല്ല. വാ നമുക്ക് കളിക്കാം. വാ. ഒരു മിനിറ്റടാ. നമ്മുടെ ഇൻസ്ട്രക്ഷൻ എടുത്ത് കളഞ്ഞു. അതിലെന്തെങ്കിലും എഴുതിയിരുന്നോ? അത് ശരി തന്നെ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അങ്കിത നമുക്ക് പോയി നോക്കിയാലോ? ഓക്കെ നമുക്ക് പോയി നോക്കിയാലോ? എടാ ഞാൻ പോയി നോക്കാടാ. എന്താടാ? ആ എങ്കിൽ എടാ ഇതാ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ കാർഡ്. ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടാ? ഒരു മിനിറ്റ് ഞാൻ നോക്ക്. നമ്മള് പെട്ട്. എന്താടാ അത്? നീ കാണിരി ടെൻഷൻ അടിക്കാതെ വായിക്കണം നീ ഒന്ന്. ശരി. തോന്നായില്ലേ? Do not open or play. അയ്യോ എടാ ഇതൊക്കെ കേറിയാ ഇനി ശരിയാവൂല ഏട്ടാ. ഞാൻ കാർഡ് ഉള്ള സ്ഥലത്ത് തന്നെ നീ എടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ എന്തോ ഒരു Do not open or play. It is so danger. If you play or open it, the ghost of Uno come and you will be dead. എന്തിനാ എഴുതിക്കണ? മനസ്സിലായ വല്ലതും ഇല്ല. നമ്മളിത് ഓപ്പൺ ചെയ്യോ? അത് യൂണോരകത്തുള്ള പ്രേതം നമ്മളെ അറ്റാക്ക്. എടാ എനിക്ക് പേടിയാ. ഞാൻ പോണ കേട്ടാ. ഞാൻ ഇനി എന്റെ വീട്ടിൽ വരണില്ല. വേണ്ട ഇത്രയും മതി. നമ്മളിത് തിരിച്ചു കൊണ്ടുവയ്ക്കോ അതിനടുത്ത് കളയോ ചെയ്താ നമ്മള് നന്നായിട്ട് മരിക്കും. നല്ല വേദന എടുക്കും. നമ്മൾ നന്നായി മരിക്കും. ഞാൻ നീ ഇത് അങ്കിതയുടെ അടുത്ത് പറയണ്ട കേട്ടോ. അങ്കിത അറിഞ്ഞാ തന്നെ ഇല്ലേ അവൾ ഇവിടെ സ്ഥലത്ത് നിന്ന് ഓടിപ്പോവും. അങ്കിതയുടെ അടുത്ത് പറഞ്ഞ അങ്കിത പിന്നെ ഓടും. അങ്കിത ഓടി അറിയല്ല. ഇതിന് വേറൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. എന്താ? നമ്മള് ഓപ്പൺ ചെയ്തിട്ട് കൂടെയുള്ള എത്ര 1 2 3 1000 ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? പറഞ്ഞു തീർന്നില്ല. ഇപ്പം 100 അതാ 3 എത്രയെങ്കിലും ആളായാലും ഒരാളോ ഇത് വിട്ടിട്ട് ഓടിയാ അവര് മാത്രമല്ല അവരെ കൂട്ടം. അവിടെ ഞാൻ ആരെ കണ്ടു നോക്കട്ടെ. അവിടെ ഞാൻ ആയുഷേ അങ്ങോട്ട് നോക്കിയേ. ആയുഷ് എന്താടാ അത്? അവിടെ അല്ലടാ ആയുഷേ. അത് കണ്ടോ? എന്തോന്ന്? ആയുഷേ ഓടിക്കോളാ. ആയുഷേ നമ്മളെ കിട്ടിയാടേ. ഓ നോക്കി നോക്ക്. അതിൻ്റെ അകത്ത് ഇനി കയറണ്ട കേട്ടാ. എനിക്ക് പേടിയാവുന്നു. ഞാൻ ഇനി ഇല്ല കേട്ടാ. അവിടെ ഉണ്ടാ? എടാ അങ്കിത മോഷ്ടിച്ചാണോ? അവളെന്താ ഫോൺ വിളിച്ചു നോക്കട്ടാ. എനിക്ക് എന്തോ പോലെ ആവുന്നടാ. എടാ ഇന്നിനി എനിക്ക് ഉറക്കമില്ല കേട്ടാ. എടാ എന്തെങ്കിലും ആലോചിക്കടാ. നമുക്ക് ഇവിടെ നിന്ന് പ്രതിരോധിക്കാനുള്ള വല്ല വഴി. എനിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പോറ്റിനെ അറിയാം. പേര് സുമതി പോറ്റി. ബാ നമുക്കൊന്ന് പോയി നോക്കാം. ബാ. എന്താണ് നിനക്ക് വല്ല മാനേഴ്സ് വല്ലതുകൊണ്ടാണ്? ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോളാം. സുമതി പോറ്റി എന്താ ഇവിടെ? നമുക്ക് അകത്തോട്ട് വരാമോ? വരാൻ പറഞ്ഞു. ഒരു മിനിറ്റ് പോറ്റി വിളിക്കുന്നു. പോറ്റി എന്താ കാര്യം?
പോറ്റി ഒരു സത്യം പറയാൻ എനിക്കൊരു കാര്യം പറയാം. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു കാർഡ് കളഞ്ഞു കിട്ടി. ആ കാർഡ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പല അമാനുഷികമായിട്ടുള്ള ശക്തികൾ ആ ഒരു കാർഡിൽ നിന്ന് നമ്മളെ വീട്ടിനകത്തേക്ക് വരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കണം, ഒന്ന് ആവാഹിക്കണം. എന്താണ് അങ്കിതയുടെ അമ്മയാണോ ഇത്? ആ ആന്റി എന്തെങ്കിലും ഒന്ന് വല്ല വഴി. ഞാൻ അങ്കിതയുടെ അമ്മയല്ല മോനെ, സുമതി പോറ്റിയ. പണ്ട് അങ്കിതയുടെ അമ്മയാണ്, ഇപ്പോൾ പോറ്റിയായി രൂപം മാറി. പക്ഷെ നിങ്ങൾ ചെയ്തത് വളരെ ഒരു അപരാധമാണല്ലോ. ആ കാർഡ് നിങ്ങൾ എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുപോയത്? ഞാൻ ഇവന്റെ അടുത്ത് മലയാളത്തിൽ പറയണ വല്ല പാമ്പും കട്ടിയും കളിക്കാതെ ഇവന് എന്നെ യൂണോ കാർഡ് കളിക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവനും പിന്നെ അങ്കിതയും ഇവ രണ്ടുപേരും പറഞ്ഞ് വളരെ എടുക്കാതെ കുഞ്ഞുങ്ങളെ നിങ്ങളത് ചെയ്യരുതായിരുന്നു. പക്ഷെ ഇനി ഒരു പരിഹാരം മാത്രമേ ഇതിനുള്ളൂ. പറയൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ്. പറയൂ, നമ്മളെല്ലാം റെഡിയാണ്, തയ്യാറാണ്. പറയൂ. പക്ഷേ നിങ്ങളത് സമാധാനമായി അത് കേൾക്കണം. ആദ്യം ഈ വാങ്ങിയ കാർഡുകളെല്ലാം നിങ്ങൾ ഒരു മഞ്ഞച്ചരടിൽ കെട്ടുക. കെട്ടിക്കഴിഞ്ഞ് നിങ്ങൾ വളരെയധികം വൃത്തിയോടുകൂടി കുളിച്ച് ശുദ്ധിയോടുകൂടി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കടലിൽ കൊണ്ടുപോയി ഒഴുക്കുക. അതോടെ നിങ്ങളുടെ പ്രശ്ന പരിഹാരം തീരും. ആന്റി അല്ല സുമതി പോറ്റി, ഞങ്ങൾ പോട്ടെ. ഇല്ല, ഇനി ഇത്രയേ ഉള്ളൂ മകനെ, ഞങ്ങൾ സംസാരിക്കാറായിട്ടില്ല. ഞാൻ പോട്ടെ. ഓ ഈ നമ്മുടെ ഈ സുമതി പോറ്റി പറഞ്ഞത് വല്ലതിനും കാര്യമില്ല. എന്തെന്ന് വെച്ചാ അതിലെഴുതിയിരുന്നു ആരെങ്കിലും അതെടുത്ത് കളയോ അതോ എന്തെങ്കിലും ആരെങ്കിലും ഓടിപ്പോവോ ചെയ്താൽ അവരെല്ലാവരും പെട്ടെന്ന് മരിക്കുമ്പോഴേ അതിൽ എഴുതിയിരുന്ന ഇല്ല എനിക്ക് സുമതി വിശ്വാസം ഉള്ളതാ. പ്രത്യേകിച്ച് അങ്കിതയുടെ അമ്മയും കൂടെയാ. എടാ ഒന്നേ അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും മരിക്കും, അത് നിനക്ക് ഉറപ്പല്ലേ? അളിയാ സുമതി പോറ്റി പറഞ്ഞല്ലേ നമ്മൾക്ക് കാർഡ് കാണുന്നു. അപ്പൊ കാർഡ് കാണുന്നത് നമുക്ക് എല്ലായിടത്തും ഒന്ന് തപ്പാം. ബാ, നീ ആ സൈഡ് തപ്പ്, ഞാൻ ഈ സൈഡ് തപ്പാം. ഓ ഓ ബാ ഒന്ന് വായിച്ചു നോക്ക്. നീ എന്തോന്ന്? ഓ ഞാനും ഒന്ന് ഒരക്കെട്ട്. ആദ്യം നിന്റെത് പറ, എന്തോന്ന് അതിൽ എഴുതിയിരിക്കുന്ന? എടാ എന്തോ ഉണ്ട് അതിൽ എഴുതിയിരിക്കുന്നേ? എന്റെ 7ന്റെ കാർഡ് ഇല്ലടാ, 8ന്റെ കാർഡുണ്ട്. എടാ 7ന്റെ കാർഡ് വായിക്കാൻ പറഞ്ഞു. അതെ, നീ എന്നെക്കാളും ഇളയത്, ഞാൻ നിന്നെക്കാളും മൂത്തത്. നിന്റെ അടുത്ത് 7ന്റെ കാർഡ് പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ്, എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി സിഗ്നലാണ് എനിക്ക് കാണിച്ചത്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഒരു 8ന്റെ കാർഡ് വായിക്കാൻ പറയുന്നു. എനിക്ക് അറിയത്തില്ല. എടാ ഒരു സെക്കൻഡ്, എടാ ഈ സമയം എന്താടാ മറ്റേ പള്ളിയിൽ മറ്റേ ഇങ്ങനെ മണി അടിക്കുന്ന എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ അല്ലേ? നീ ഒന്ന് വായിച്ചോ, എന്തോടാ? എടാ എൻ്റെ അടുത്ത് 8ന്റെ എടാ ഞാനും ഒന്ന് ഒരക്കിട്ട് വെയിറ്റ്. ഒരക്ക്. എടാ കൂട്ടുകാരനെ കൊല്ലുന്നല്ല. എടാ നിന്റെ അടുത്ത് ഒരയ്ക്കാൻ പറഞ്ഞ 7ന്റെ കാർഡ്. ആ കാർഡ് 7ാമത്തെ കാർഡൊന്ന് കാണിച്ചേ. എൻ്റെ അടുത്ത് 8ാമത്തെ കാർഡ്. 7 എന്ന് പറഞ്ഞാൽ 8നെക്കാളും ചെറിയൊരു നമ്പറാണ്. 8 എന്ന് പറഞ്ഞാൽ 7നെക്കാളും വലിയ നമ്പറാണ്. അതായത് ഞാൻ നിന്റെ മൂത്തറാണെന്നും നീ എന്നെക്കാളും കുറഞ്ഞത്. അതായത് ഇതിൽ റെഡ് 8 കാണിക്കുന്നു, അതായത് നിന്നെ ഒരു ഗ്രീൻ 7 കാണിക്കുന്നു. എന്തോ ഒരു തെറ്റ് പോലെ ഇല്ലേ? എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ ഇല്ലേ? പക്ഷെ ഇതിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരനെ കൊല്ലാൻ. എനിക്കാകെ അപ്പം ഞാൻ നിന്നെ കൊല്ലണമെന്നോ? കൊള്ളാമല്ലോ. അപ്പം നമ്മളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മിസ്റ്റേക്ക് ഇവിടെ വെച്ച് തീരും അല്ലേ? എടാ നമ്മളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ
ഈ ഒരു എന്താ പറയണ്ട ഈ ഒരു പ്രേതത്തിന്റെ ശല്യം തീരും അല്ലേ? അതേടാ. എന്നാൽ നീ മരിച്ചാൽ എന്താടാ? അപ്പൊ നീ അങ്ങ് ഈ ഭൂമിയോട് വിട പറഞ്ഞേ പിടിച്ചോ. നീ ഇവിടുന്ന് ചാവണം. സോറിയടാ, നിനക്ക് റെഡാണ് കിട്ടിയ റെഡിന്റെ അർത്ഥം നീയാണ് മരിക്കാൻ പോണത്. വേണ്ട എടാ, ഈ ഗെയിം പലതും പറയും. നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്സ് ആണ്. അങ്കിത പ്രേതമല്ല, ചുമ്മാ പറയണായിരിക്കും.